ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പ്ലേയിംഗ് 11 തെരഞ്ഞെടുത്ത ഇന്ത്യയുടെ സീനിയർ താരമായ അശ്വിൻ തൻ്റെ മുൻ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് 2 താരങ്ങളെയും മുംബൈ ഇന്ത്യൻസിൽ കളിച്ച 4 സൂപ്പർ താരങ്ങളെയും അശ്വിൻ ഈ ടീമിൽ ഉൾപ്പെടുത്തി എന്നതാണ് ശ്രദ്ധേയം. അതേസമയം IPLലെ ചില ഇതിഹാസങ്ങളെ ഈ ടീമിൽ നിന്ന് അശ്വിൻ തഴഞ്ഞതും ചർച്ചയായി മാറിയിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിൻ്റെ മുൻ നായകനും ഇതിഹാസ താരവുമായ രോഹിത് ശർമ്മയെയാണ് ഈ ടീമിൻ്റെ ഓപ്പണറായി അശ്വിൻ തിരഞ്ഞെടുക്കുന്നത്. IPLലെ റൺവേട്ടയിൽ ഒന്നാമതുള്ള RCBയുടെ വിരാട് കോഹ്ലിയാണ് മറ്റൊരു ഓപ്പണർ. 3-ാം നമ്പറിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇതിഹാസം സുരേഷ് റെയ്നയും എത്തും. 2010-2011 സീസണുകളിൽ CSKയുടെ IPL നേട്ടത്തിന് പിന്നിൽ സുപ്രധാന പങ്കുവഹിച്ച താരം കൂടിയാണ് സുരേഷ് റെയ്ന. T20യിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായ മുംബൈ ഇന്ത്യൻസിൻ്റെ സൂര്യകുമാർ യാദവാണ് 4-ാം നമ്പറിൽ. ഒപ്പം RCB ഇതിഹാസം ABD വില്ലിയേഴ്സും മധ്യനിരയിലെത്തും. ചെന്നൈ സൂപ്പർ കിങ്സിന് 5 IPL കിരീടങ്ങൾ സമ്മാനിച്ച MS ധോണിയാണ് അശ്വിൻ തിരഞ്ഞെടുത്ത ഇക്കാലത്തെ മികച്ച ടീമിൻ്റെ വിക്കറ്റ് കീപ്പറും നായകനും. 2 സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർമാരെയാണ് അശ്വിൻ തൻ്റെ 11-ൽ ഉൾപ്പെടുത്തിയത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി കളിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് താരം സുനിൽ നരൈനും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ റാഷിദ് ഖാനുമാണത്. പേസർമാരായി മുംബൈ ഇന്ത്യൻസ് ഇതിഹാസങ്ങളായ ലസിത് മലിംഗ, ജസ്പ്രീത് ബുംറ എന്നിവരെയും സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഭുവനേശ്വർ കുമാറിനെയും അശ്വിൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. IPLലെ സൂപ്പർ താരങ്ങളായ ഹർദിക് പാണ്ഡ്യ, ഷെയ്ൻ വാട്സൺ, കിറോൺ പൊള്ളാർഡ്, ആന്ദ്രെ റസൽ, ഡ്വെയ്ൻ ബ്രാവോ എന്നിവർക്ക് അശ്വിൻ്റെ മികച്ച ടീമിൽ ഇടം ലഭിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. മുൻ ഇന്ത്യൻ താരം ക്രിസ് ശ്രീകാന്തിൻ്റെ യൂട്യൂബ് ചാനലായ ചീക്കി ചീക്കായിൽ സംസാരിക്കുമ്പോഴായിരുന്നു IPLലെ എക്കാലത്തെയും മികച്ച ടീമിനെ ശ്രീകാന്ത് തിരഞ്ഞെടുത്തത്. ഓപ്പണർമാരുടെ കാര്യത്തിലാണ് പ്രധാന സർപ്രൈസ് സംഭവിച്ചത്. വെസ്റ്റ് ഇൻഡീസ് താരം ക്രിസ് ഗെയിൻ, ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണർ, ശിഖർ ധവാൻ എന്നിവരെ അശ്വിൻ തൻ്റെ 11-ൽ ഉൾപ്പെടുത്തിയുമില്ല.